CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടി ബഹിഷ്കരിച്ച് UDF. വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു മത്സരത്തിന്റെയും ആവശ്യമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാഞ്ഞിരപ്പുഴ റോഡിന്റെ പിതാവാണെന്ന് പറഞ്ഞ് അട്ടിപ്പേർ അവകാശം എടുക്കാൻ വന്നാൽ അനുവദിച്ചു കൊടുക്കില്ലെന്ന് കോങ്ങാട് MLA K ശാന്തകുമാരി. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാനിരിക്കെ സംഘർഷം. LDFന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയ്ക്കെത്തിയവരും ജനകീയ ഉദ്ഘാടനത്തിന് തയ്യാറെടുത്തവരും തമ്മിലാണ് ഞായറാഴ്ച വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത്. മണ്ണാർക്കാട് ചിറക്കൽപ്പടി റോഡ് ജനകീയ സമിതി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിയെ തേടി പോലീസ് CPI നേതാവിന്റെ വീട്ടിൽ. രാത്രി 10 മണിയോടെ മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ വീട്ടിലാണ് പോലീസ് എത്തിയത്. തുടർന്നുണ്ടായ വാക്കേറ്റത്തിനു ശേഷം പോലീസ് മടങ്ങി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മണികണ്ഠൻ പൊറ്റശ്ശേരി. മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിലെ മോഷണം. 4 പേർ മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറം ടൗണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടി ബഹിഷ്കരിച്ച് UDF. വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു മത്സരത്തിന്റെയും ആവശ്യമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഒരു വികസനം യാഥാർത്ഥ്യമാക്കുന്നതിലാണ് പ്രയാസം. വിവാദമുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. വികസനം മുടക്കുമ്പോൾ ആ നാടിനാണ് പ്രയാസം. വിവാദം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു വികസനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് പ്രയാസം. വിവാദം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു വികസനം മുടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിന്റെ ദോഷവും നഷ്ടമായിരിക്കാണ് നാട്ടിലെ ജനങ്ങൾക്കല്ലേ. വിവാദം കൊണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു വികസനം മുടക്കുമ്പോൾ, ഒരു റോഡ് ഇല്ലാതാകുമ്പോൾ, ഒരു പാലം ഇല്ലാതാകുമ്പോൾ അതിന്റെ ദോഷമായിരിക്കാണ് നാട്ടിലെ ജനങ്ങൾക്കല്ലേ, അല്ലേ? നാട്ടിലെ ജനങ്ങൾക്കാണ്. അതെ, നമ്മളെ ഏട്ടൻ പറയുന്നുണ്ട്, കുറെ നേരം ഏട്ടൻ MLA പറയുമ്പോൾ ഇങ്ങനെ ഏത് പോയിന്റിലും കയ്യടി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏട്ടന്റെ സംശയം. ഒക്കത്തിന് കൈയടിച്ച് തളർന്നിരിക്കുക. അപ്പോ ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു വികസനം മുടക്കുക എന്നുള്ളതല്ല വികസനം യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധിയുടെ നാളുകളിൽ ഏത് പ്രതിസന്ധിയെ തട്ടിമാറ്റി വികസനം ലക്ഷ്യത്തിലാക്കുക, അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടുത്തെ MLA ആഗ്രഹിക്കുന്നത്. അതിനെ എല്ലാവരും യോജിച്ചു നിൽക്കണം. അതിലാരെയും മാറ്റി നിർത്തുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒന്നിക്കാം, എല്ലാവർക്കും ഒരുമിക്കാം. അതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു, ജനങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്താണ്, പൊതുബോധം എന്താണെന്ന് നിശ്ചയിക്കാനുള്ള പ്രത്യേക സർട്ടിഫിക്കറ്റോ അതിന് പ്രത്യേക ടെസ്റ്റോ ആർക്കെങ്കിലും അട്ടിപ്പേർ അവകാശമായി കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ വിനയത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാട് വികസനത്തോടൊപ്പമാണ്. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. MLAയുടെ പേര് ശാന്തകുമാരി എന്നാണെങ്കിലും നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമാണെന്ന് മന്ത്രി റിയാസ് കൂട്ടിച്ചേർത്തു. കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ MLA എല്ലാ നിലയിലും ഇടപെട്ടുകൊണ്ടിരിക്കും. MLAയുടെ പേര് ശാന്തകുമാരിയാണെങ്കിലും നിയമസഭയിൽ ജനങ്ങൾ തന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശാന്തകുമാരിയായിട്ടല്ല, ഒരു ഗർജിക്കുന്ന സിംഹമായിട്ടാണ്. നിയമസഭയിലെ MLAയുടെ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതല്ലേ. ആ നിലയിൽ ഇടപെടുക. ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ നിലയിലും MLAയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇടപെടുകയാണ്. സർക്കാരിന് അത്രയേ ഉള്ളൂ. വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകുമ്പോൾ എന്തെങ്കിലും കപ്പടിക്കുക, ഒരു ട്രോഫി ജയിക്കുക എന്നുള്ള മനോഭാവമല്ല LDF സർക്കാരിനുള്ളത്. അങ്ങനെ ട്രോഫി, ഒരു കപ്പടിക്കുന്ന മനോഭാവമാണെങ്കിൽ ഇപ്പോൾ അലമാരിൽ വെക്കാൻ കപ്പുണ്ടാവില്ല. അത്രയ്ക്ക് വികസന പ്രവർത്തനമാണ്
ഈ 8 വർഷം LDF സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതേസമയം പരിപാടിയിൽ നിന്ന് UDF വിട്ടുനിന്നു. മുഖ്യാതിഥിയായി ക്ഷണിച്ച VK ശ്രീകണ്ഠൻ MPയും പങ്കെടുത്തില്ല. കോങ്ങാട് MLA ശാന്തകുമാരി അധ്യക്ഷയായി. പരിപാടിയിൽ മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കാഞ്ഞിരപ്പുഴ റോഡിന്റെ പിതാവാണെന്ന് പറഞ്ഞ് അട്ടിപ്പേർ അവകാശം എടുക്കാൻ വന്നാൽ അനുവദിച്ചു കൊടുക്കില്ലെന്ന് കോങ്ങാട് MLA K ശാന്തകുമാരി. വികസനത്തിന് തടയിടുന്നതിനെ മനസ്സിലാക്കി പെരുമാറാൻ കാഞ്ഞിരപ്പുഴയിലെ പൊതുജനങ്ങൾക്ക് അറിയാമെന്നും MLA പറഞ്ഞു. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് ഉദ്ഘാടന വേദിയിലാണ് MLA ഇക്കാര്യം പറഞ്ഞത്. ഏതെങ്കിലും 1-2 ആളുകളോ അതിന് തിരികൊളുത്തിയാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ വ്യക്തിപരമായി കഴിയില്ലെങ്കിലും MLA എന്ന നിലയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ പ്രസ്ഥാനം ഇടപെട്ടത്. ഒരു തർക്കവും അക്കാര്യത്തിൽ ഉണ്ടായില്ല. പക്ഷെ ഇതിന്റെ പിതാവാണെന്ന് പറഞ്ഞ്, ഇതിന്റെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ് ചില ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ അതിന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നമ്മുടെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിന്റെ വികസനത്തെ തടയുന്നവരാരോ അവർ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കി പെരുമാറാൻ ഈ കാഞ്ഞിരപ്പുഴയിലെ പൊതുജനങ്ങൾക്കറിയാം. ഇവിടെ ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പൊതുപ്രസ്ഥാനത്തിന് അറിയാം. ആ നിലയിലാണ് ഞങ്ങൾ ഇടപെട്ടത്. പ്രിയപ്പെട്ടവർ, ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന കാഞ്ഞിരപ്പുഴ ഉദ്യാനം ബഹുമാനപ്പെട്ട മന്ത്രിയടക്കം അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം. കേരളത്തിന്റെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് ഇറിഗേഷൻ ടൂറിസം പദ്ധതി. CCN മണ്ണാർക്കാട്. കാഞ്ഞിരപ്പുഴയിൽ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് മന്ത്രി റിയാസ് സ്റ്റേജിൽ നിന്നും ഇറങ്ങാൻ നിൽക്കവേ സ്റ്റേജിന്റെ സ്റ്റെപ്പ് തകർന്നു. തുടർന്ന് പ്രവർത്തകരുടെ കൈപിടിച്ചാണ് മന്ത്രി ഇറങ്ങിയത്. CCN മണ്ണാർക്കാട്. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നടക്കാനിരിക്കെ സംഘർഷം. LDFന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയ്ക്കെത്തിയവരും ജനകീയ ഉദ്ഘാടനത്തിന് തയ്യാറെടുത്തവരും തമ്മിലാണ് ഞായറാഴ്ച വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത്. സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കി. റോഡിന്റെ നവീകരണം ഇപ്പോൾ പൂർത്തിയായതും മികച്ച റോഡ് ലഭ്യമായതും കൂട്ടായ്മയുടെ പ്രതിഷേധ സമരങ്ങളുടെയും കോടതി ഹർജികളുടെയും ഫലമായിട്ടാണെന്നാണ് ജനകീയ കൂട്ടായ്മ വാദിക്കുന്നത്. ഇത്തരമൊരു ഉദ്ഘാടന പരിപാടി നടത്താനാവില്ലെന്ന നിലപാടിൽ LDF വിളംബര ജാഥ നടത്താൻ തീരുമാനിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5-ന് ജനകീയ കൂട്ടായ്മയുടെ ഏതാനും പ്രവർത്തകർ കാഞ്ഞിരം സെന്ററിൽ കൂടി നിന്ന സമയത്താണ് LDFന്റെ 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന വിളംബര ജാഥയും സ്ഥലത്തെത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. നേർക്കുനേർ എത്തിയതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ജനകീയ റോഡ് ഉദ്ഘാടനം ഒരു തരത്തിലും നടത്താനാവില്ലെന്ന് LDF നേതാക്കൾ പറഞ്ഞു. പരസ്പരം പോർവിളി മുഴങ്ങിയതോടെ ഇൻസ്പെക്ടർ MP രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇടപെട്ട് ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് ചിറക്കൽപ്പടി റോഡ് ജനകീയ സമിതി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിയെ തേടി പോലീസ് CPI നേതാവിന്റെ വീട്ടിൽ. രാത്രി 10 മണിയോടെ മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ വീട്ടിലാണ് പോലീസ് എത്തിയത്. തുടർന്നുണ്ടായ വാക്കേറ്റത്തിന് ശേഷം പോലീസ് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്റെ വീട്ടിൽ അതിക്രമം പോലീസ് ആക്രമിച്ച സാറേ, നിങ്ങൾ കുറെ കാലം ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് നമുക്കും അറിയാം. നിങ്ങള് ആയിക്കോട്ടെ, നിങ്ങൾ അവരെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. സാധാരണ ഇതിൽ ഇത് പോലീസിനെതിരെ സംഘടിതമായി ഞാൻ പറയട്ടെ, പോലീസിനെതിരെ സംഘടിതമായി ഒരു ആക്രമണം നടത്താൻ വേണ്ടി മെനക്കെട്ടതല്ല, ആണോ?
ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നേ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതിൽ LDF പ്രവർത്തകരുമായി സംഘർഷമുണ്ടായിരുന്നു. സംഘർഷം പിരിച്ചുവിടുന്നതിനിടെ പോലീസുമായുണ്ടായ സംഘർഷത്തിൽ LDF പ്രവർത്തകൻ റിയാസിന്റെ പേരിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തിരുന്നു. റിയാസിനെ പിടികൂടുന്നതിനാണ് മണ്ണാർക്കാട് CI MP രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം രാത്രി 10 മണിയോടെ CPI പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ വീട്ടിലെത്തിയത്. എന്നാൽ മണികണ്ഠൻ പോലീസിനെ തടഞ്ഞു. ഈ റിയാസിനോട് വ്യക്തിവിരോധം നടക്കുന്ന ചില പോലീസുകാർ നിങ്ങളെ സ്റ്റേഷനിൽ അപ്പൊ നിങ്ങളിപ്പോ CPM-കാരും പോലീസുകാരും കൂടി ഞങ്ങളെ വളഞ്ഞ് പിടിക്കാന്ന് വിചാരിച്ച് നടക്കുകയാണ്. നടന്നോളി, അതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടില് നിങ്ങൾ വന്നു, ഞാൻ മര്യാദയ്ക്ക് നിങ്ങളോട് ഇരിക്കാനാ പറഞ്ഞു. ഞാൻ പത്രക്കാരും കൂടി വിളിക്കാം, അവരും കൂടി വിളിക്കാം. വീട്ടിലേക്ക് ലൊക്കേഷൻ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ വന്നത് അറിയോ? അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് വേറൊന്നുമല്ല. ഈ പ്രശ്നത്തെ വഷാക്കുന്നത് നിങ്ങൾ ഒരാളൊരുത്തനാണ്, അറിയോ? നിങ്ങളുടെ ഉപദേശം കേട്ടില്ലേ? തുടർന്നുണ്ടായ വാക്കേറ്റത്തിന് ശേഷം പോലീസ് മടങ്ങിപ്പോകുകയാണ് ഉണ്ടായത്. ഞാൻ നിയമപരമായി അവർക്ക് എൻ്റെ വീട്ടിൽ കയറാനുള്ള എന്താ റൈറ്റ് അവകാശമുള്ളതെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ നാളെ പറയാം. അപ്പോൾ പോലീസിൻ്റെ നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു പൊതുപ്രവർത്തകൻ്റെ വീട്ടിൽ രാത്രി ആ സമയത്ത് കയറി വരാൻ എന്ത് കാര്യമുണ്ട്? അങ്ങനെ റിയാസ് ഒരു കേസ് പ്രതിയാണെങ്കിൽ പോലും അത്ര ഗൗരവമുള്ളൊരു കേസല്ല അത്. ഇത് സാധാരണ ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൗരവമേറിയ വിഷയത്തിൽ ഉൾപ്പെട്ടില്ല. ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായി ചെറിയൊരു കേസ് വന്ന അല്ലെങ്കിൽ ഉൾപ്പെട്ടു എന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീടുകൾ രാത്രി കയറി പോലീസ് പരിശോധിക്കുമെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് CIക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി. ഒരു കാരണവുമില്ലാതെ തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചെന്ന് കാണിച്ചാണ് പരാതി. ഈ നിയമവ്യവസ്ഥയെ പാലിക്കേണ്ടയാളാണ് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാനാണ് ഭാവമെങ്കിൽ അദ്ദേഹത്തിന് കൊണ്ടു നടക്കാം. അത് പോലീസ് സേനയുടെ ശമ്പളം പറ്റിക്കൊണ്ട് ആ പണിയെടുക്കാൻ പറ്റില്ല. വീട്ടിലെ പറമ്പിലെ പണിയെടുത്തുകൊണ്ട് ഈ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ നടക്കാം. സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ നിയമപരമായിട്ടേ പ്രവർത്തിക്കാവൂ. എന്റെ വീട്ടിൽ രാത്രി 10 മണിക്ക് കയറി വരാൻ മണ്ണാർക്കാട് CIക്ക് നിലവിലുള്ള നിയമപ്രകാരം അധികാരമില്ല. കാഞ്ഞിരപ്പുഴയിൽ നടന്ന സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം കീറിയ പ്രതിയെ മണികണ്ഠൻ ഒളിപ്പിച്ചു എന്ന് കാണിച്ചാണ് പോലീസ് മണികണ്ഠന്റെ വീട്ടിലെത്തിയത്. പ്രതി റിയാസിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ CPI നേതാവ് മണികണ്ഠന്റെ വീട്ടിൽ കാണിച്ചതോടെയാണ് CI മണികണ്ഠന്റെ വീട്ടിലെത്തിയത്. ഇതോടെ പോലീസുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് പ്രതി റിയാസിനെ സ്റ്റേഷനിൽ എത്തിക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് മണികണ്ഠൻ പൊറ്റശ്ശേരി പരാതി നൽകിയത്. ഞാനൊരു ക്രിമിനൽ കേസിലും പ്രതിയല്ല. ഏതെങ്കിലും തരത്തിൽ പിടികുട്ടാപ്പുള്ളിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഏതെങ്കിലും ഗുരുതര കേസിൽ അകപ്പെട്ട ഒരു പ്രതിക്ക് സംരക്ഷണ കവചം ഞാൻ ഒരുക്കിയിട്ടില്ല. റിയാസിന്റെ പേരിൽ മണ്ണാർക്കാട് പോലീസ് എടുത്തു പറയുന്ന കേസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുക്കാവുന്ന കേസാണ്. അങ്ങനെ ലഘുവായൊരു കേസിൽ ഒരു പ്രതിയെ പിടിക്കാനെന്ന വണ്ണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വീട് കയറി ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് മണ്ണാർക്കാട് CI പോയി എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഇത് നിസ്സാരമായി തള്ളേണ്ട കാര്യമല്ല. CIയുടെ പണി നിയമത്തെ സംരക്ഷിക്കലാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയുമൊക്കെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വീട് പരിശോധിക്കേണ്ടത്, അത് ഏതെല്ലാം സാഹചര്യങ്ങളിലാവണം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള DIG ഇക്കാര്യത്തിൽ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. മലയാള ഭാഷ അറിയും. അദ്ദേഹം മുമ്പൊരു അധ്യാപകനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാള ഭാഷയിൽ ഇറക്കിയ സർക്കുലർ വായിക്കാനുള്ള സാമാന്യ മനുഷ്യന്റെ ബോധം മണ്ണാർക്കാട് CIക്ക് ഉണ്ടാവണം. തന്റെ അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടന്ന് പൊതുപ്രവർത്തകരുടെ മേലിൽ കയ്യൂക്ക് കാണിക്കാമെന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് മണ്ണാർക്കാട് CIയോട് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളത്. നിയമപരമായി അദ്ദേഹം ചെയ്ത പണികളൊക്കെ തെറ്റാ. അതിനെതിരെ നിയമപരമായിട്ട് ഇപ്പൊ പരാതി കൊടുക്കണം. പോലീസ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടിക്രമം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള ഗൗരവമേറിയ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. എന്റെ വീട്ടിൽ 80 വയസ്സ് പ്രായാധിക്യം ചെന്ന ആളുകൾ താമസിക്കുന്ന വീട്. എന്റെ പ്രായപ്പെട്ട 2 മക്കളും ഭാര്യയും താമസിക്കുന്ന വീട്. അങ്ങനെ ഒരു വീട്ടിൽ കയറി വന്ന് രാത്രി CI ഗുണ്ടായിസം കാണിക്കാനാണ് 2 പോലീസുമായി വന്നത്. എന്നെ വിളിക്കുക. എന്റെ നമ്പർ മണ്ണാർക്കാട് സ്റ്റേഷനിലുണ്ട്. എന്നെ വിളിച്ച എന്നതാണ് കാര്യം എന്നോട് പറയാമല്ലോ. അതിനപ്പുറം എന്നൊരു പിടികിട്ടാപ്പുള്ളിയുടെ വീട് വളയുന്നത് പോലെ
4 ഭാഗവും പോലീസിനെ നിർത്തി വളയുന്നതിനുള്ള എന്ത് നടപടിയാണ്, എന്ത് സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്? അതുകൊണ്ട് വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ്. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ അന്താരാഷ്ട്ര കോൺഫറൻസിന് 18-ന് തുടക്കമാകും. 20 സെഷനുകളിലായി 100ഓളം ഗവേഷക പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 18 മുതൽ 22 വരെ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്യും. 20 സെഷനുകളിലായി 100ഓളം ഗവേഷക പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കും. ഇന്ത്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാഭ്യാസ വിചക്ഷണരും ഗവേഷകരും എഴുത്തുകാരും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിക്കും. 18-ന് ചൊവ്വാഴ്ച മമ്മിക്കുട്ടി MLA മുഖ്യാതിഥിയാകും. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൈനുലാബിദ്ദീൻ അധ്യക്ഷത വഹിക്കും. മീഡിയ 1 ഡയറക്ടർ മുഹമ്മദ് അബ്ദുസലാം KT, ഡോക്ടർ സയ്യിദ് അലവി, മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ സയ്യിദ് അഹമ്മദ് സാദ് അലിഗർ, ഡോക്ടർ M ഉവൈസ്, C ഗിരിജ, ഡോക്ടർ SA വിവേക്, ഡോക്ടർ ഹനിയ ഹനീഫ്, ഡോക്ടർ KP അബ്ദുൾ റഷീദ്, N തസ്ലീമ എന്നിവർ പങ്കെടുക്കും. ചടങ്ങിൽ ഏറ്റവും മികച്ച ബിസിനസ് ആശയം, ഏറ്റവും നല്ല അവതരണം എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകും. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ഏറ്റവും നല്ല സംരംഭകന് രത്തൻ ടാറ്റ പുരസ്കാരം നൽകി ആദരിക്കും. തുടർന്ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഈജിപ്തിലെ MMM എനർജി ചെയർമാൻ ഡോക്ടർ ഹാദിം അൽ റൌമി ഉദ്ഘാടനം ചെയ്യും. ഐഡിയൽ ക്യാമ്പസ് മാനേജർ അബ്ദുൾ മജീദ് മണ്ണിശ്ശേരി മുഖ്യാതിഥിയാകും. 19, 20 തീയതികളിൽ നടക്കുന്ന PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അന്താരാഷ്ട്ര കോൺഫറൻസ് പ്രമുഖ എഴുത്തുകാരി ജെറി ടോം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA VT ബൽറാം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സമാപന സമ്മേളനം MLAയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ 21, 22 തീയതികളിൽ നടക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നിർവഹിക്കും. ചടങ്ങിൽ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഹമ്മദ് മുനവീർ, സെന്റ് മേരീസ് കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ജോഷി, ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് മേധാവി സഞ്ജയ് റോയ്, ദോഹ ബിർല സ്കൂളിലെ മുഹമ്മദ് മാടപ്പള്ളി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് നൌഷബ നാസ് എന്നിവർ പങ്കെടുക്കും. 22-ന് ശനിയാഴ്ച നടക്കുന്ന സമാപന ചടങ്ങ് പ്രമുഖ സാമൂഹിക പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ K പ്രേംകുമാർ MLA മുഖ്യാതിഥിയാകും. തുടർന്ന് പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ സമിതി അനലിസ്റ്റ് ലേഖ ചാക്കോ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് വിവിധ കോളേജുകളിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെ സംഗമവും നടക്കും. 22-ാം തീയതി ശനിയാഴ്ച നടക്കുന്ന ഈ അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ സമാപന ചടങ്ങ് പ്രമുഖ സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള ദയാബായിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ ഒറ്റപ്പാലം MLA ശ്രീ പ്രേംകുമാർ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പരിപാടിയിൽ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാണ് അവസാനത്തെ 2 ദിവസത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ പ്രമുഖരായിട്ടുള്ള ലേഖ ചാക്കോ, ഡോക്ടർ ജെയ്സൺ വർഗീസ് ന്യൂഡൽഹി, ഇത്തരം അരുൺ മുല്ലക്കൽ, സുരേഷ് കുമാർ തുടങ്ങിയിട്ടുള്ള ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് രംഗത്തെ ഒരുപാട് പ്രമുഖരും ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അക്കാദമിക മേഖലയിൽ നിന്നും അല്ലാത്തവരുമായി ഗവേഷകർ, എഴുത്തുകാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സമ്പൂർണ്ണ പിന്തുണയും സഹകരണം ഉണ്ടാവണം. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നന്ദി. ചെർപ്പുളശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സൈനുലാബിദ്ദീൻ, അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ്, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് മേധാവി KM മുഹമ്മദ് സലാഹ്, ഇംഗ്ലീഷ് വിഭാഗം മേധാവി P സവിത, കൊമേഴ്സ് വിഭാഗം മേധാവി ബിജി മാത്യു എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ വട്ടമ്പലത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് മണ്ണാർക്കാട് സ്വദേശികളായ 2 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. മണ്ണാർക്കാട് പെരുമ്പടാരി കോഴിക്കോട്ടിൽ അഖിൽ, നായാടിക്കുന്ന് മാടവക്കടവ് നിസാർ എന്നിവർക്കാണ് പരിക്കു പറ്റിയത്. ഇതിൽ അഖിൽ തീവ്രപരിചരണ യൂണിറ്റിലാണ്. നിസാറിന് മൂക്കിനാണ് പരിക്കു പറ്റിയത്. ഇരുവരും മണ്ണാർക്കാട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിലാണ്. CCN ചത്തല്ലൂർ. കടമ്പഴിപ്പുറം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈതാലി, ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൊതുജനാരോഗ്യ സംരക്ഷണ സമിതി കൈമാറിയ സാധന സാമഗ്രികളും ഏറ്റുവാങ്ങി. CCN കടമ്പഴിപ്പുറം. മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിലെ മോഷണം 4 പേർ മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറം ടൗണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. നിരവധി മോഷണ കേസിൽ പ്രതിയായ വേങ്ങര ഊരകം പുത്തൻപീടിക സ്വദേശി കുറ്റിപ്പുറം വീട്ടിൽ ഷാജി കൈലാസ്, വേങ്ങര അച്ചനമ്പലം തീണ്ടേക്കാട് സ്വദേശി മണ്ണാറപ്പടി വീട്ടിൽ ശിവൻ, വേങ്ങര വെങ്കുളം അച്ചനമ്പലം സ്വദേശികളായ പ്രായപൂർത്തിയാവാത്ത 2 കുട്ടി കുറ്റവാളികളെയുമാണ് മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KM ബിജുവിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ SK പ്രിയനും സംഘവും ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറം ടൗണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് 50-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട പ്രതികളെക്കുറിച്ചും ശാസ്ത്രീയമായും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിൽ സൂചന ലഭിച്ചത്. 2 ഇരുചക്ര വാഹനങ്ങളിലായി വന്ന 4 പ്രതികൾ ഒരാളെ നിരീക്ഷണത്തിൽ നിർത്തിയാണ് മറ്റു 3 പേർ അമ്പലത്തിനകത്തു കയറി ഭണ്ഡാരം പൊട്ടിച്ച് മോഷണം നടത്തിയത്. പോലീസ് പിടികൂടിയ ഷാജി കൈലാസ് പെരിന്തൽമണ്ണ, താനൂർ, കാടാമ്പുഴ, തൃത്താല, തൃശൂർ ഈസ്റ്റ്, ആലുവ, മലപ്പുറം എക്സൈസ് എന്നിവിടങ്ങളിലായി 10-ലധികം കളവ്, ലഹരിക്കടത്ത് എന്നീ കേസുകളിൽ പ്രതിയാണ്. CCN മലപ്പുറം. വയനാട് പുനരധിവാസ കേന്ദ്ര ഫണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ യുവജാഗരൺ നേതൃക്യാമ്പിലായിരുന്നു വിമർശനം. വയനാടിന് കണ്ടില്ലേ ഇപ്പോ ലോണാ കൊടുത്തത്. അതെന്നെ പറഞ്ഞിരിക്കണേ എന്താ, ലോണായി കൊടുത്തിട്ട് മാർച്ചിന്റെ മുമ്പ് ചെലവാക്കണം അല്ലെങ്കിൽ മടക്കി തരണം എന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇതുപോലൊരു ദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്ന രീതി കണ്ടില്ലേ. ഞാൻ അതാണ് പറഞ്ഞത്. ഇവിടെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് ഇവരെ ഭൂപടത്തിലേ കേരളമില്ല, അവരെ ഭൂപടത്തിൽ കേരളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അത് ക്ലച്ച് പിടിക്കുന്നുമില്ല, കേരളത്തിൽ ക്ലച്ച് പിടിക്കുമില്ല. കേരളത്തിനെ ഞെക്കി 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 കൊന്ന് രാഷ്ട്രീയമായി ഒരു കോർണർ ചെയ്ത് ചുമരിനോട് മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് വടക്കാക്കി തനിക്കാക്കാനുള്ള പല പ്രവർത്തനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുക. CCN മലപ്പുറം. പുലാമന്തോൾ പാലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം എഴുന്നള്ളിപ്പ് ഒരു നാടിന്റെ ആഘോഷമായി. പൂക്കാവടിയാട്ടവും വിളക്കുനൃത്തവും ഫ്ലോട്ടുകളും വർണ്ണ കാഴ്ചകളൊരുക്കി. കോങ്ങാട് മധു ആശാൻ, മോഹന പൊതുവാൾ, കോട്ടക്കൽ രവി, പാലൂർ നാരായണൻകുട്ടി നായർ, തിരുവല്ലോമല ഗോപ പൊതുവാൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം ആസ്വാദക മനം കവർന്നു. പൂക്കാവടിയാട്ടവും വിളക്കുനൃത്തവും ഫ്ലോട്ടുകളും വർണ്ണ കാഴ്ചകൾ ഒരുക്കി. വൈകിട്ട് 4ഓടെ ഗജവീരന്മാരുടെ അകമ്പടിയിൽ ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പുണ്ടായി. ക്ഷേത്രം ട്രസ്റ്റി പാലൂർ ഉണ്ണികൃഷ്ണ പണിക്കർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി 8:30ഓടെ രഥമെഴുന്നള്ളിപ്പ് തിരിച്ച് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രമുറ്റത്തെ ദണ്ഡായുധപാണി ഓഡിറ്റോറിയത്തിൽ വൈഷ്ണവി രാജഗോപാലിന്റെ നൃത്തശില്പം അരങ്ങേറി. കിഴക്കേക്കര പാടത്ത് ആകാശവിസ്മയവും ഉണ്ടായി. രാത്രി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ ചേർന്ന് തൃത്തായംപക അവതരിപ്പിച്ചു. തുടർന്ന് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ബാലെ ശ്രീകൃഷ്ണ ഭാരതം അരങ്ങേറി. രഥമെഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, നാദസ്വരം, ഇടയ്ക്ക് പ്രദക്ഷിണം, കാവടിയാട്ടം, വെടിക്കെട്ട് എന്നിവയോടെ 1 മാസത്തോളം നീണ്ടുനിന്ന ആഘോഷങ്ങൾ സമാപിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിറക്കൽ പടിക്കാഞ്ഞിരപ്പുഴ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടി ബഹിഷ്കരിച്ച് UDF. വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഒരു മത്സരത്തിന്റെയും ആവശ്യമില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാഞ്ഞിരപ്പുഴ റോഡിന്റെ പിതാവാണെന്ന് പറഞ്ഞ് അട്ടിപ്പേർ അവകാശം എടുക്കാൻ വന്നാൽ അനുവദിച്ചു കൊടുക്കില്ലെന്ന് കോങ്ങാട് MLA K ശാന്തകുമാരി. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാനിരിക്കെ സംഘർഷം. LDFന്റെ നേതൃത്വത്തിൽ നടന്ന വിളംബര ജാഥയ്ക്കെത്തിയവരും ജനകീയ ഉദ്ഘാടനത്തിന് തയ്യാറെടുത്തവരും തമ്മിലാണ് ഞായറാഴ്ച വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായത്.
മണ്ണാർക്കാട് ചിറക്കൽപ്പടി റോഡ് ജനകീയ സമിതി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിയെ തേടി പോലീസ് CPI നേതാവിന്റെ വീട്ടിൽ രാത്രി 10 മണിയോടെ മണികണ്ഠൻ പൊറ്റശ്ശേരിയുടെ വീട്ടിലാണ് പോലീസ് എത്തിയത്. തുടർന്നുണ്ടായ വാക്കേറ്റത്തിനു ശേഷം പോലീസ് മടങ്ങി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മണികണ്ഠൻ പൊറ്റശ്ശേരി. മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിലെ മോഷണം 4 പേർ മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറം ടൗണിലെ ത്രിപുരാന്തക ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.